ADHD 3 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഹായ് ദയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യ ദേവി. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഅറ്റൻറ്റീവ് ടൈപ്പാണ്. ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു കാര്യം ശ്രദ്ധിച്ച് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല. അവരൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതായത് പല കാര്യങ്ങളിലും ചെറിയ ചെറിയ തെറ്റുകൾ വരുത്തുക, അല്ലെങ്കിൽ കൂടുതൽ സമയം അവരൊരു ദിവാസ്വപ്നത്തിലായിരിക്കും, കുറച്ച് കൂടുതൽ കെയർലെസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യും, അല്ലേ? ഏതാണ് ആദ്യം ചെയ്തു തീർക്കേണ്ടത്, നെക്സ്റ്റ് ഏതാണ് ചെയ്തു തീർക്കേണ്ടത്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അതിനിടയിൽ അവർ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഫൊർഗറ്റ്ഫുൾനെസ് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ ടോട്ടലി മറന്നു പോവുക. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ടോട്ടലി മറന്നു പോകുന്ന ഒരവസ്ഥ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് എപ്പോഴും കളഞ്ഞു പോകും. പിന്നെ നമ്മൾ കുറച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവരെ ഏറ്റെടുക്കത്തില്ല. സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് ടൈമിൽ എത്താൻ പറ്റില്ല, പ്രൊജക്റ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് വെക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും അവർ ഭയങ്കരമായിട്ട് ആങ്സൈറ്റിയിലേക്ക് പോകാനും ഡിപ്രഷനും അതുപോലെ എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഇവരിൽ വളർന്നു വരാനുള്ള ചാൻസ് വളരെ ഏറെയാണ്. ഇന്നറ്റൻറ്റീവ് ടൈപ്പ് കൂടുതലും കാണുന്നത് പെൺകുട്ടികളിലാണ്. അവരങ്ങനെ ക്ലാസ്സിൽ പ്രശ്നക്കാരായിട്ടൊന്നും അറിയപ്പെടുന്നുണ്ടാവില്ല. അവരൊരു സ്ഥലത്ത് ഒതുങ്ങി കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലക്ഷണം ADHD ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് പലപ്പോഴും വൈകാറുണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് ടൈപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിലൊക്കെ അവർ ക്ലാസ് റൂമിൽ ഇരിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. അവരെപ്പോഴും ഓടുക അല്ലെങ്കിൽ ജമ്പ് ചെയ്യുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ ടേൺ വരുമ്പോഴത്തേക്കിനോ അല്ലെങ്കിൽ അവരുടെ ഒരു അവസരം വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും ആ ഒരു ക്ഷമയൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ രണ്ട് സൈഡിലൊക്കെ നോക്കി പതുക്കെയല്ലേ ക്രോസ് ചെയ്യുന്നത്. അതൊന്നും ചെയ്യില്ല, പെട്ടെന്ന് തന്നെ ഓടി അങ്ങ് പോകും അവർ. അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇവർ മറ്റുള്ളവരെ പെട്ടെന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അതിന് ആൻസർ പറയുക, അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുക, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും കുറവായിരിക്കും. പലപ്പോഴും നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് കാറ്റഗറിയിലുള്ള കുട്ടികളെ കൺസിഡർ ചെയ്യുന്നത് അവർ വളരെ കുരുത്തക്കേടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അവരുടെ പേരൻസ് നന്നായിട്ടല്ല പേരൻറ്റിങ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഇത് അവർക്ക് ആ ഒരു സമയത്ത് അടങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല, അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്പൈൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ അറ്റൻഷനുള്ള പ്രോബ്ലങ്ങളും കൂടി ചേരുമ്പോഴാണ് കമ്പൈൻഡ് ടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. കൂടുതൽ സമയവും നമ്മൾ ADHD എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കമ്പൈൻഡ് ടൈപ്പാണ്. മേൽ പറഞ്ഞതിൽ നിന്ന് 6 ലക്ഷണങ്ങളോ അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുകയും അത് ADHD ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുകയും വേണം.